കാർഷിക സർവകലാശാലയുടെ പടന്നക്കാട് കാർഷിക കോളേജിൻ്റെയും ചെറുപുഴ കൃഷിഭവൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുമേനി സെന്റ് ആന്റണീസ് ചർച്ച് ഹാളിൽ കാർഷിക രോഗകീട പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ.പി. സുനിത, കെ.ഡി. പ്രവീൺ, രാഗി കെ, അഞ്ജു പി, അഹല്യ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പടന്നക്കാട് കാർഷിക കോളേജ് കീടശാസ്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ കെ.എം. ശ്രീകുമാർ വിഷയാവതരണം നടത്തി. കർഷകരുടെ കാർഷിക മേഖലാ വിഷയങ്ങളിൽ അഗ്രോ ക്ലിനിക്കും നടന്നു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി കർഷകർ ക്യാമ്പിൽ പങ്കെടുത്തു. പരിശോധന ക്യാമ്പ് വന്നപ്പോൾ തന്നെ അല്പം ലേറ്റായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ലേറ്റായി ഞാൻ വിചാരിക്കണില്ല. ഇനി അഥവാ ലേറ്റായെങ്കിൽ കൃഷി ഓഫീസറാണ് ഇതിന് ഉത്തരവാദിത്വം. കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കൃഷി ഓഫീസർക്ക് എൻ്റെ രാവിലത്തെ തിരക്കറിയുന്നത് കൊണ്ട് പറഞ്ഞതാണല്ല, ഞാനവരെ കുറ്റം പറഞ്ഞതല്ല. 10:30 പറഞ്ഞ് 10:45 എത്തിയാൽ മതി എന്ന്. ചെറുപുഴയിൽ നിന്ന് തിരുമേനിയിലെത്താൻ 7 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി എത്തുന്നതാണ്. പക്ഷെ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും 2-3 ആളുകൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളുമായി വന്നതുകൊണ്ട് അല്പം താമസിച്ചു. അവർക്കും തൃപ്തിയായില്ല, എനിക്കും തൃപ്തിയായില്ല. അവരെ ഞാൻ ഒരു വിധത്തിൽ ഒഴിവാക്കിയതുപോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണ് വന്നപ്പോൾ തന്നെ കുട്ടികളിവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇലകളും രോഗബാധിതമായ ആ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് നമുക്ക് ചുറ്റിലും നോക്കിയാൽ ഇഷ്ടം പോലെ കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ വന്ന പാടെ വേഗത്തിൽ ഇതൊക്കെ ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസറുമായി ഒരു മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാനൊരു കൃഷിക്കാരനാണ്. ഞാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരുപക്ഷെ നിങ്ങളത് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, എങ്കിലും ക്ഷമിക്കുക. എന്നാലും ഞാൻ എൻ്റെ വക എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നതെന്ന് കേൾക്കിയാൽ മതി. റബ്ബർ തോട്ടത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകൾ നോക്കി നിൽക്കുമ്പോൾ ഉണങ്ങുകയാണ്. ഒരു ദിവസം ഒരു ചെറിയ വാട്ടം കാണും, 2ാമത്തെ ദിവസം ഇല പൊഴിയും, 3ാമത്തെ ദിവസം ഇലയൊന്നുമില്ലാതെ നിൽക്കുന്നു, 4ാമത്തെ ദിവസം ഒരു പുത്തൽ പൊടി താഴോട്ട് വീഴാൻ തുടങ്ങി. അത് സാധാരണഗതിയിൽ നമ്മൾ പറയും ആരോഗ്യമില്ലാത്തവർക്കാണ് രോഗം വരിക. ഇത് ഏറ്റവും ആരോഗ്യമുള്ള റബ്ബറുകളാണ് ഇങ്ങനെ ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇതിന് കുറച്ച് വർഷമായി തുടങ്ങിയിട്ട് 2-3 വർഷം മുമ്പ് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ കർഷകരാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട് പരിചയമുള്ള ചില കർഷകരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കീടനാശിനി വിൽക്കുന്ന കടയിൽ പോയാൽ അവിടെ ഒരു മരുന്നുണ്ട്, അത് വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാ റബ്ബറിൻ്റെയും ചുവട്ടിൽ ഒരടി അകത്തി 6 ഇഞ്ച് വ്യാസത്തിൽ കുഴി കുത്തി ഇത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. ഇപ്പോൾ എവിടെ പ്രത്യക്ഷപ്പെട്ടോ അതിൻ്റെ അടുത്തുള്ളതിനെല്ലാറ്റിനും ഒഴിക്കണമെന്ന് പറഞ്ഞു. പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് കർഷകർക്കൊക്കെ അറിയാം. എങ്കിലും ഞാനൊരു ചുറ്റുവട്ടത്തുള്ളൊരു 10-20 റബ്ബറിന് ഒഴിച്ചു. അപ്പോൾ അതിൽ ആദ്യം നല്ല അനുഭവം നല്ലതായിരുന്നു, അടുത്തൊന്നും ഉണങ്ങി കണ്ടില്ല. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു 5-6 പ്ലാറ്റ്ഫോമിന് അകലെ വേറെ മരം ഉണങ്ങി കണ്ടു. അപ്പോൾ പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കുള്ള റബ്ബറിൻ്റെ മുഴുവനും ചുവട്ടിൽ വട്ടത്തിൽ കുഴി കുത്തി ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ട് നടക്കണം. പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഉണങ്ങട്ടെ എന്ന് നോക്കുവായിരുന്നു. അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറത് എന്തോ പെട്ടെന്ന് തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രായോഗികമാകാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അതിനൊരു സംവിധാനം ഒരുക്കിയാൽ നമുക്ക് വളരെ നല്ലതായിരുന്നു. കാരണം ഒരു 3/4 ലിറ്ററൊക്കെ കറയുള്ള സമയത്ത് ഒരു 3/4 ലിറ്റർ വരെയൊക്കെ പാല് കിട്ടിക്കൊണ്ടിരുന്ന മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. നല്ല മരങ്ങളാണ് ആദ്യമായിട്ട് ഉണങ്ങിയത്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൊമ്പൻ ചെല്ലിയാണ്. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കൽ, ഉപ്പും ചാരവും ഇടൽ, ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ എൻ്റെ മുൻ തലമുറ വളരെ വിജയകരമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ തേങ്ങ പറിക്കാൻ പോലും ആളില്ലാത്ത സമയത്ത് തെങ്ങിൻ്റെ മുകളിൽ കയറി അത് വൃത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്, ചെയ്യാൻ വേണ്ടി കഴിയില്ല. എന്നാലും തൈത്തെങ്ങുകൾക്കെങ്കിലും ഈ ഒരു നാഫ്തലിൻ ബോൾസ് എന്ന് പറഞ്ഞൊരു സാധനം, ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അതും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. കുറച്ചൊരു വിജയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും അതുകൊണ്ടും നിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ ഒരുപാട് പുരോഗതി പ്രാപിച്ച സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന്
ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ തെങ്ങിൻ്റെ എൻ്റെ ഒരു തെങ്ങിൻ തോട്ടത്തിലെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുക ഡിഗ്രിക്ക് പഠിക്കുന്നത് മുതൽ LKG വരെയുള്ള പിള്ളേർ എങ്ങനെയുണ്ടോ അതുപോലെയാണ്. എന്നും എനിക്ക് 1-ാം വർഷ തൈ ഉണ്ടാവില്ല. എല്ലാ കൊല്ലവും 1-ാം വർഷ തൈ ഉണ്ടാവും. കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കായ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ച് താമസിച്ചാണെങ്കിലും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കായ്ക്കാൻ തുടങ്ങിയ തെങ്ങ് നിൽക്കുന്നതിനോടൊപ്പം തന്നെ 1-ാം വർഷ തൈയും ഈ തോട്ടത്തിൽ, തോട്ടം എന്നൊന്നും പറയാൻ കുറച്ച് തെങ്ങുകൾ അതിനകത്ത് അവിടെ ഇവിടെയായിട്ടുണ്ടാവാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം ഒരു തെങ്ങിൻ്റെ മണ്ട നോക്കി നിന്നപ്പോൾ ഉണങ്ങി. ഒരു കാരണവുമില്ല, മഴയുള്ള സമയത്തല്ല, നല്ല ജനുവരി മാസത്തിലാണ് തെങ്ങിൻ്റെ മണ്ട ഉണങ്ങിയത് കണ്ടത്. അപ്പോൾ തന്നെ കയറാൻ പറ്റുന്നതായതുകൊണ്ട് ഏണിയൊക്കെ വെച്ച് കയറി വെട്ടി അതിൻ്റെ മുകളിൽ കീടനാശിനിയൊക്കെ ബോഡോ മിക്സറൊക്കെ തേച്ച് അതിൻ്റെ മേലെ അടച്ചൊക്കെ വെച്ചൊരു കുറച്ച് ഇതിന് മേലെ നമ്മൾ ഈ മൺചട്ടിയാണ് വെച്ചത്. അങ്ങനെയാണ് ചാച്ചനൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മൺചട്ടി വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൺചട്ടി പൊങ്ങിയത് കണ്ടിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ പോയി നോക്കുമ്പോൾ മൺചട്ടി പൊങ്ങുന്നത് ഒരു ചൊട്ട പൊങ്ങിയതാണ്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985 242140.